എന്തേ പോക്കൊന്നും ഇല്ലേ? അമ്പലത്തിൽ പോകുന്നല്ലേ? രാവിലെ എന്താ ഒരു ക്ഷീണം, വല്ലാത്തൊരു ക്ഷീണം. ആണോ? എന്നാ അതുകൊണ്ട് വേഗം കുടിച്ചെന്നാ പിന്നെ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറും. ലേശം ചൂടുണ്ടാവും കേട്ടോ. അമ്മേ, ആ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞങ്ങൾ ആ രണ്ടുപേരും ചേർന്നിട്ടേ. ആ എന്തേലും സെപ്പറേറ്റ് എന്തേലും വാങ്ങാണ്ടോ? ഒന്നുമില്ലല്ലോ മോളെ. അടുക്കളയ്ക്കുള്ളതിന്റെ ബില്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഇത്രേ ഉള്ളൂ മോനെ. ചേട്ടാ, ആ എനിക്ക് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയോ? ദുബായിൽ ഒന്ന് വിസിറ്റിങ്ങിന് പോകാൻ. ഇതെന്തിപ്പോ അവിടെ ജോലിയുടെ കാര്യത്തിന് എന്തേലും ആണോ? ഇല്ല, ജോലി കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട്. നോക്കാനോ? ആ, ഫ്രണ്ട്സ് ഒക്കെ പോകുന്നുണ്ട്. ഏത് ഫ്രണ്ട്സ്? ബാംഗ്ലൂർ കൂടെ പഠിച്ച. ആ, ജോലിക്കാണോ? ബാംഗ്ലൂർ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അന്നാ കഞ്ചാവ് കേസിൽ പിടിച്ചതിന്റെ ആ ടീമാണോ? ചേട്ടാ, അതാണോ അല്ലയോ? അതിൽ 2 പേരുണ്ട്. ആ, 2 ലക്ഷം രൂപ തരാൻ പറ്റില്ല. മോനെ, ആ. നിനക്ക് കമ്പനി ഉണ്ട്, കാറുണ്ട്, ഈ വീടുണ്ട്, എല്ലാം ഉണ്ട്. നിന്റെ മോൻ അതൊന്നും ഇപ്പൊ ഇല്ലല്ലോ. ആ. അപ്പൊ നീ അതങ്ങ് കൊടുത്തേ. എനിക്കതൊക്കെ എന്നാണ്ടായതമ്മേ? നിനക്ക് എന്നാ ഉണ്ടായ? നീയല്ലേ ഈ വീടിന്റെ മൂത്ത കുട്ടി. ആഹാ. അപ്പൊ നീ അതങ്ങ് കൊടുത്തേക്ക്. അതെ, നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ ഭയങ്കര നിസാരാണ്. എനിക്കിതൊക്കെ ഉണ്ടായത് ഞാൻ 10-20 വയസ്സിൽ തന്നെ ഓരോ ജോലിക്ക് പോയിട്ടും അധ്വാനിച്ചിട്ടും ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഈ വീട് പൊളിഞ്ഞു വീഴാനായിരുന്ന ഒരു പഴയ വീടല്ലായിരുന്നു ഇത്. ഞാൻ പുതുക്കി പണിത് കുറെ സ്ഥലങ്ങൾ വാങ്ങിച്ച് മറ്റെല്ലാ കാര്യങ്ങളും നടത്തി. ഇവന്റെ വിദ്യാഭ്യാസം ഒരു കോളേജിൽ കൊണ്ടാക്കി, അവിടുന്ന് കഞ്ചാവ് കേസിൽ പിടിച്ചു. ഒരു ഏട്ടന്റെ കടമയല്ലേ? ആ കടമ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. അവിടുന്ന് കഞ്ചാവ് കേസിൽ പിടിച്ചു, വീണ്ടും ഒരു കോളേജിൽ കൊണ്ടാക്കി. ഇതിനൊക്കെ ഓരോ സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ പൈസ അപ്പ വന്നിട്ടുണ്ട്. ഈ കഞ്ചാവ് കേസിൽ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടല്ലേ? ചേട്ടനോട് ഞാൻ പറഞ്ഞല്ലേ ബാംഗ്ലൂർ എനിക്ക് സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് എടുത്ത് തരാൻ. അവിടെ ആവുമ്പോ 2 ഫ്രണ്ട്സിനെ കൂടെ നിർത്തിയാൽ മതിയായിരുന്നല്ലോ. എങ്ങനെയുണ്ട്? ആ. സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് പേക്കൂത്തും നടക്കുമല്ലോ. ചേട്ടന് എനിക്കിത് അന്നേ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ആ ഫ്ലാറ്റ് എടുക്കാതിരുന്നതും. ഹോസ്റ്റലിൽ മോൻ ഒരു പണിയുടെ കാര്യത്തിന് അല്ലേടാ, അങ്ങോട്ട് കൊടുത്തേക്ക്. 27 വയസ്സ് കഴിഞ്ഞ് 28 വരാൻ പോണത്. ഞാൻ 20 വയസ്സിൽ തുടങ്ങിയിരിക്കുന്ന അധ്വാനം അതിന്റെ മുന്നേ തുടങ്ങിയിരിക്കുന്നത്. ചേട്ടൻ എപ്പം നോക്കിയാലും എന്താ പറയാ, ചേച്ചിന്റെ കൂടെ അങ്ങനെ പിന്നാലെ അങ്ങനെ നടന്നത്. ചേച്ചി പറയണോണ്ടാണ് ഇങ്ങനൊക്കെ നടക്കുന്നത്. എന്നെ പറയാൻ നിൽക്കരുത്. എന്നെ ഞാൻ ഈ കഞ്ചാവ് കേസിലും കാര്യത്തിലും പെടാൻ കാരണം ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ മര്യാദക്ക് എനിക്ക് അന്ന് അവിടെ ആ സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാക്കി തന്നില്ലെങ്കിൽ എനിക്ക് ഈ അവസരം എനിക്ക് പൈസ തരാൻ പറ്റില്ലല്ലോ. എനിക്ക് തരണം, ഞാൻ പോവാണ്. എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാനുള്ള വഴി എനിക്കറിയാം കേട്ടോ. നോക്കിക്കോ, അങ്ങനെ തന്നെ ഞാനും നോക്കിയിരുന്നു. പൈസ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. എന്റെ മോൻ ഇപ്പൊ എന്തെങ്കിലും വിഷമിച്ചു പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ചെയ്യട്ടെ. കാര്യം മനസ്സിലാക്കാത്ത ചേട്ടൻ പറഞ്ഞത് ശരിയല്ലേ? ഇത്ര കാശ് നീ ഒന്നും മിണ്ടായിരുന്ന. അവൻ പറയണതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? കൂടിയതിന് ശേഷം അവൻ ഇങ്ങനെ. ഇപ്പൊ ഇതായി. അമ്മയ്ക്ക് എന്തും പറയാം അല്ലെ? അവനിപ്പോ ചെറിയ കുട്ടിയല്ല. അവന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടോ അവൻ ചെയ്തിട്ടുള്ള എന്തൊക്കെ വൃത്തികേടുകളുണ്ട്. അതൊന്നൊക്കെ അവനെ നന്നാക്കല്ലേ വേണ്ടത്? നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതൊക്കെ. പക്ഷെ ഒക്കെ അബദ്ധത്തിൽ കൊണ്ട ചാടിക്കാണല്ലോ അവൻ. ഈ 28 വയസ്സിലടക്കി എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ടുണ്ടാ? ഇപ്പൊ എല്ലാം കഴിഞ്ഞ്, പഠിപ്പും കഴിഞ്ഞ്, എന്നാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാ? അമ്മ എപ്പോഴും അവൻ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണോണ്ടാവാൻ കേടുവരുന്നത്. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. പിന്നെ ഞാൻ അവന്റെ ശത്രുവല്ല, അവന്റെ കൂടപ്പിറപ്പാണ്. ഈ നിലയ്ക്ക് അമ്മ അവനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മുന്നോട്ട് പോണെങ്കിൽ അവന്റെ ജീവിതം രക്ഷപ്പെടില്ല, നശിച്ചു പോകും. നല്ല ഓർമ്മ ഉണ്ടായിക്കോട്ടെ, പറഞ്ഞു മനസ്സിലാക്കിക്കോളെ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ പറയുമ്പോ ഏട്ടൻ ശത്രുവാണ് എന്ന് പറയും. എന്താ ആലോചിച്ച് ചെയ്തോ. ശരി, വാ.